സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ സെൻസിറ്റിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ്. ഇത് ഓക്കെയാണ്, പക്ഷെ അറ്റാച്ച്മെന്റ്സ് ഒന്നും ഇടാണ്ട് ഇത് അത്ര എഫക്റ്റീവ് അല്ല. നമ്മൾ കൂടി ഒന്ന് അറ്റാച്ച്മെന്റ് ഇടാത്ത രീതിയിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. ഇത് വേണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാം, പക്ഷെ അത്ര എഫക്റ്റീവ് അല്ല. മറ്റേ അറ്റാച്ച്മെന്റ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ അത്ര സ്റ്റേബിൾ അല്ല, അതാണ് പ്രശ്നം. അപ്പൊ നമ്മളെ സെൻസിറ്റിവിറ്റി കുറച്ചും കൂടി നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് തന്നെ നമുക്ക് സെൻസിറ്റിവിറ്റിനെ പറ്റി കുറച്ച് പറയാം. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിങ്ങിന്റെ ഒരു 50% സെൻസിറ്റിവിറ്റി ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. നമ്മൾ സെൻസിറ്റിവിറ്റി സെറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ സ്കില്ലും റിഫ്ലെക്സും ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സെൻസിറ്റിവിറ്റി സെറ്റ് ആക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മോർ യു വർക്ക് ലെസ് യു ബ്ലീഡ്. ആ പരിപാടി തന്നെ. നമ്മൾ കൂടുതൽ നമ്മൾ ഡ്രില്ലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈറ്റ് എടുക്കുന്ന നമുക്ക് കുറച്ചും കൂടി ഒരു ആക്യുറസിയും ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി ആണ് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് ഡ്രില്ലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആയിട്ട് കുറച്ച് ഫൈറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് പുള്ള് ചെയ്യാൻ പറ്റും, നല്ല ഫൈറ്റ്സ് ഒക്കെ. സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഒരു 3 ബാർ കാണാൻ പറ്റും. അതിൽ ലെൻസ്, ADS, ഗൈറോസ്കോപ്പ് ഓൺലി വെൻ ഫയറിങ്, ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ പോകുന്നത്. ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കോപ്പ് ചെയ്തിട്ട് നമ്മൾ ഫിംഗർ കൊണ്ട് ചെയ്യണ ക്രോസ് ഹെയർ ഷിഫ്റ്റിംഗ് ആണ് ലെൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിന്റെ മാക്സിമം FPS ഇട്ടിട്ട് വേണം നമ്മുടെ സെൻസിറ്റിവിറ്റി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 60 ആണെങ്കിൽ മാക്സിമം 60 സെറ്റ് ചെയ്യാം, 90 ആണെങ്കിൽ 90 ഇടാം, 120 ആണെങ്കിൽ 120 ഇട്ടിട്ട് വേണം നമ്മുടെ സെൻസിറ്റിവിറ്റി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. I'll tell you all about it when I see you again.